ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ്. മഹാഗ്രഹങ്ങൾ രാശി മാറുന്നു. അപ്പോൾ ഏതെല്ലാം ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്? വ്യാഴം, ശനി, രാഹു, കേതു, ഈ 4 ഗ്രഹങ്ങൾ രാശി മാറുകയാണ്. ആ രാശിമാറ്റം മൂലം, അതായത് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. 2025 മെയ് 14 വരെ വ്യാഴം 7-ലും അതിനുശേഷം 8-ലും വരുന്നു. 2025 മാർച്ച് 29 വരെ ശനി 4-ലും അതിനുശേഷം 5-ലേക്കും ശനി വരുന്നു. 2025 മെയ് 18 വരെ രാഹു 5-ലും അതിനുശേഷം രാഹു 4-ലും വരുന്നു. 2025 മെയ് 18 വരെ കേതു 11-ലും അതിനുശേഷം കേതു 10-ലും വരുന്നു. മേൽ നക്ഷത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾക്ക് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഉണ്ടാവുന്ന ഫലമാണ്. അപ്പോൾ ഗുണദോഷ ഫലമാണ്. ഗുണം ഉണ്ടാവും, ദോഷം ഉണ്ടാവും, രണ്ടും കൂടി സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം വന്ന് സംഭവിക്കുന്നത്. ഗുണദോഷ ഫലമാണ്. ഗുണമുണ്ടാവും, ദോഷം ഉണ്ടാവും. വാഹന ലാഭം ഉണ്ടാവും. ഇവർക്ക് വാഹന സംബന്ധമായ ലാഭം, വാഹനം മേടിക്കാനുള്ള ഇടവരും, അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് വരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനങ്ങൾ മേടിക്കാനുള്ള ഇടവരും. ഗ്രഹസംബന്ധമായ ലാഭം ഉണ്ടാവും, അതായത് വീട് കിട്ടാനായിട്ടുള്ള അവസരം ഉണ്ടാകും, അല്ലെങ്കിൽ പുതിയ വീട് വെക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവും, അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്നും വരുമാനം ഉണ്ടാകാനുള്ള അവസരമൊക്കെ ഇവർക്ക് വരും. സ്വജന ബഹുമാനം ഇവർക്ക് കിട്ടും. സ്വജനങ്ങളിൽ നിന്നും നല്ല ബഹുമാനം ഇവർക്ക് കിട്ടും. നൂതന കർമ്മങ്ങൾ ആരംഭിക്കും. പല പുതിയ കർമ്മങ്ങളും ഇവർ ആരംഭിക്കും. ധനധാന്യ വർധനയുണ്ടാകും. ധനസംബന്ധമായ വർധന ഇവർക്കുണ്ടാകും. വിദ്യാഗുണമുണ്ടാകും. വിദ്യ സംബന്ധിച്ച ഗുണങ്ങളുണ്ടാകും. മംഗളകർമ്മങ്ങളിൽ ഇവർ പങ്കെടുക്കും, അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നടക്കും. മംഗളകർമ്മങ്ങൾ ഉണ്ടാകും. രോഗമുക്തി ഉണ്ടാകും. രോഗങ്ങൾ ഉണ്ടായവർക്ക് അതിൽ നിന്നും മുക്തി കിട്ടാൻ, രോഗമുക്തി കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. വിദേശയാത്രാ ഗുണമുണ്ടാകും. വിദേശത്ത് പോകാനും വിദേശയാത്രാ ഗുണമുണ്ടാകാനും ഇടവരും. സുഹൃജനങ്ങളുടെ സഹായം കിട്ടാൻ ഇടവരും. അത്രയും നല്ല കാര്യങ്ങൾ ഇവർക്കുണ്ടാകും. എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസരങ്ങളും ഇവർക്കുണ്ടായെന്ന് വരും. ഈ സമയത്ത് സ്വജന അരിഷ്ടത വരും. അതായത് അവർക്ക് സ്വജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. സ്ഥാനചലനങ്ങൾ ഉണ്ടാകും. ഇവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് സ്ഥാനചലനങ്ങൾ ഉണ്ടാകും. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ ചില തടസ്സങ്ങൾ ഇതെല്ലാം ഇവർക്ക് വന്നു ചേരാം. വാതരോഗപീഠയുണ്ടാകും. വാദസംബന്ധമായ രോഗപീഠ ഇവർക്കുണ്ടാകും. ധനപരമായ നഷ്ടങ്ങളും ഇവർക്ക് വന്നു ചേരും. വൃശ്ചികക്കൂറിലെ ഈ നക്ഷത്രങ്ങളുടെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. നന്ദി, നമസ്കാരം.